Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഖത്തറിലെ അബുഹമറിലുള്ള സോയല്ല ഫ്ലവർ ഷോപ്പാണ്. അതോടൊപ്പം തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റും കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഖത്തറിലെ അബുഹമറിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. സോയല്ല എന്നാണ് ഈ ഫ്ലവർ ഷോപ്പിൻ്റെ പേര്. ഇവിടെ ഇവർ ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ബൊക്കകളാവട്ടെ, ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആവട്ടെ, എല്ലാം ഇവർ റീറ്റെയിലായിട്ടും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവരെ ഈ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണാൻ പറ്റി. ലില്ലി, തുലിപ്സ്, റോസസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസസും പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫില്ലേഴ്സ് ഒരുപാട് കണ്ട്. ഞാൻ ആദ്യമായിട്ട് കുറേ ഫ്ലവേഴ്സ് ആദ്യമായിട്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നമുക്കവിടെ ഒരുപാട് ബൗളും അതിൻ്റെ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള ബൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു തരും. അതുപോലെ തന്നെ അവരുടെ ഫ്ലവേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അവരൊരു കോൾഡ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സും ഫില്ലേഴ്സും ഒക്കെ കാണാൻ പറ്റി. ഇതിവർ മറ്റുള്ള ഫ്ലവർ ഷോപ്പിലേക്ക് ഇവർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിൽ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. ഈ റോസസ് തന്നെ ബേബി റോസസ് പല കളർ അതായത് പല ഷെയ്ഡായിട്ടുള്ള റോസസുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫില്ലേഴ്സാണ്. അതായത് ലീഫൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫില്ലേഴ്സ് തന്നെ ഒരുപാട് വെറൈറ്റി കുറേ ഫില്ലേഴ്സൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫില്ലേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ഹൈപ്പറിക്കം ബെറീസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് കണ്ട്. ഓറഞ്ച്, ഗ്രീന്, റെഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അവിടെ കാണാൻ പറ്റി. ഇനി നമുക്കൊരു സിമ്പിൾ ബൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഷോപ്പിൽ തന്നെ ഇസ്രാഫിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്കൊരു സിമ്പിൾ ബൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് റോസ് ഫ്ലവറാണ്. അതുപോലെ തന്നെ ഫില്ലേഴ്സായിട്ട് എടുത്തിട്ടുള്ളത് റസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ലീവ്സാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇവർ റാപ്പ് ചെയ്യുന്നത് നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ അവർ ഒരു പീസാക്കിയിട്ട് ഇതുപോലെ 6 ആക്ക് മോഡലിൽ മടക്കിയിട്ട് അതിന് ശേഷം സെൻറ്റർ മടക്കിയിട്ടാണ് അവർ ഇത് റാപ്പ് ചെയ്യുന്നത്.
അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റിബൺ വെച്ച് ബോ ഒക്കെ ഉണ്ടാക്കി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇനി അത് കെട്ടാൻ വേണ്ടിയിട്ട് അവർ 4 ലെയറാണ് റിബൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സാധാ നോർമൽ ബോ ചെയ്യുന്ന പോലെ തന്നെ, നോർമൽ ബോ നമ്മൾ കെട്ടുന്ന പോലെ തന്നെയാണ് ഇവർ കെട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച്, നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നോർമലി ഒരു ബോയാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റിബൺ, 4 ലെയർ റിബൺ എടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കെട്ടി കണ്ടപ്പോൾ തന്നെ. അതുപോലെ തന്നെ അത് കൂടാതെ നമുക്കിപ്പോൾ ബൊക്കെ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഇതുപോലത്തെ ആക്സസറീസൊക്കെ ഉണ്ട്. അതും നമ്മുടെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച്, ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, അതിനനുസരിച്ചിട്ടുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ആക്സസറീസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മെസ്സേജസ് എഴുതിയിട്ട് നമുക്കിതിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളെ ബ്യൂട്ടിഫുൾ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഗിഫ്റ്റ് ഇതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റിബണോ അല്ലെങ്കിൽ ഇതുപോലത്തെ വൂളിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു സിമ്പിളായിട്ടൊന്ന് കെട്ടി ഒന്ന് ബോ പോലൊക്കെ ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ട് ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഫ്ലവർ ഫോം അഥവാ ഒയാസിസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇട്ടുവെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം അത് അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ആ ഒരു ഗോൾഡൻ ആ ഒരു ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് റോസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തുലിപ്പ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫില്ലേഴ്സായിട്ട് റസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് വെച്ചിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് ശേഷം അവരിതാ ഒരു എക്സ്ട്രാ സ്മെല്ലിന് വേണ്ടിയിട്ട് അവരിതാ ഈ ഒരു സ്പ്രേ അവരിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയോളമൊക്കെ നമുക്ക് ഈ ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഇവർ സാധാരണ നമ്മൾ ഫ്ലവേഴ്സ് ഇട്ട് വയ്ക്കുന്നത് സാധാ വെള്ളത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം മാറ്റി കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ല. പിന്നെ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. കുറച്ച് കലാബോധവും കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിന് കാശുണ്ടാക്കാവുന്നതാണ്. അത് ശരിക്കും ഒരു സ്വയം തൊഴിലായിട്ട് നിങ്ങൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ എടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ ബൊക്കെ അല്ലെങ്കിൽ സിമ്പിൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ.